ആ സിനിമയിൽ ഒരു പക്ഷെ അധികം ആളുകൾ ആ പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഓംകാരത്തിടമ്പുള്ള ദേവാംഗന് വേദാന്ത ചിലമ്പുള്ള നാദാംഗന് എന്നൊരു പാട്ടുണ്ട്. അത് അലക്സ് പോൾ സാറാണ് മ്യൂസിക്, വരയ ശരത്ചന്ദ്ര സാറാണ് ലിറിക്സ് എന്ന് തോന്നുന്നു. എം ജി സുകുമാർ സാറ് പാടിയിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും മമ്മൂക്കിയും ബിജുചേട്ടനും കൂടെ ഒരു ബൈക്ക് ഓടിച്ചും സഞ്ചരിച്ചും നെടുമുടി വേണിച്ചേട്ടനെ തപ്പി നടക്കുന്ന എത്തുന്ന, അതായത് നമ്മുടെ ക്ലാസിക്കൽ റൂട്ടിൽ ഒരു സോങ്ങിൽ ഒരിക്കലും കോമഡി ഇതുവരെ കണ്ടിട്ടില്ല. അതാണ് എന്റെ ഒരു പുതുമ. ഇത് മഞ്ചീര സല്ലാപമേ എന്നൊക്കെ പറയുമ്പോ ഇപ്പുറത്ത് മമ്മൂക്കി ബിജുചേട്ടനും കൂടെ ഭയങ്കര കോമഡിയാ, അല്ലെ? അതെന്താണ് ആ പാട്ടിന്റെ ഓർമ്മകള്? അത് ഭയങ്കര രസമാണ്. ഹരി പറഞ്ഞപ്പോഴാണ് അത്രയും ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും വലിയൊരു ക്ലാസിക്കൽ ഒരു സംഗീതത്തിന് നമ്മൾ സാധാരണ മാത്രമല്ല ബിജുചേട്ടാ, ആ പാട്ടിന്റെ വരികളെ സംഗീതത്തിനെ വർണ്ണിച്ചുകൊണ്ടാണ് പാടുന്ന ലിപ്പ് കൊടുക്കുന്ന ആരാണ്? നെടുമുടി വേണിച്ചേട്ടൻ. അതിനിടയിലാണ് ഈ കിടന്ന് കോപ്പങ്ങളൊക്കെ കാണിക്കുന്നത്. ആ പാട്ട് നമ്മൾ രാവിലെ തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എനർജിയാണ്, പോസിറ്റീവ് എനർജിയാണ്. പിന്നെ അതിനകത്തുള്ള സീക്വൻസുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബെന്നിച്ചേട്ടൻ എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛനെ തപ്പി പോകുന്നു, അച്ഛൻ കാറ് വിട്ടു പോകുമ്പോൾ നിങ്ങൾ അതിന്റെ ഇടയിൽ പെട്ടു പോകുന്നു, അച്ഛനെ കിട്ടുന്നില്ല, ഇവിടെ ചെല്ലുന്നു, നിങ്ങൾ കയറ്റുന്നില്ല. അങ്ങനെയുള്ള സംഭവങ്ങൾ, ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിലും ഭയങ്കര രസം വരുന്നത്. ബിജുചേട്ടാ, പോത്തൻവാവയില് നെടുമുടി വേണു സാറുണ്ടായിരുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നല്ല ഓർമ്മയാണ് അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾ വരുന്നത്. തൊട്ടടുത്ത് ഉള്ള സിനിമ ചോട്ടാ മുംബൈയില് ലാലേട്ടനും സിദ്ദിഖ് സാറും ഇവരൊക്കെ ഉള്ള കൂട്ടത്തിൽ തന്നെ അതിൽ രാജൻ പി ദേവ് സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ഈ വേണു സാറിന്റെയും രാജൻ പി ദേവ് സാറിന്റെ ഒക്കെ ഓർമ്മകൾ ഈ അവസരത്തിൽ എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞൊരു അത്ഭുതമുണ്ട്. കാരണം ഞാൻ പോത്തൻപാവ അഭിനയിക്കുമ്പോൾ ഓരോ നടന്മാർ വരുമ്പോൾ നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് മമ്മൂക്കിയുടെ കൂടെ ഉള്ള അഭിനയമൊക്കെ കഴിഞ്ഞ് നമുക്ക് കുഴപ്പമൊന്നുമില്ല, പുള്ളിക്കാരൻ നല്ല സപ്പോർട്ടാണ് കാര്യങ്ങളാണ്. വേറൊരാൾ വരുമ്പോൾ ഇനി ഇവരെങ്ങനെയായിരിക്കും? അപ്പം നെടുമുടി വേണിച്ചേട്ടൻ വന്നപ്പോൾ ഞാനിങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. പുള്ളി വന്ന് ഇരുന്ന് മേക്കപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് എന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചെന്ന് തൊഴുത് ഇങ്ങനെ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ എന്നെ പരിചയപ്പെടുത്തുന്നേക്കുമ്പോൾ ഞാൻ അറിഞ്ഞു ഇതിനകത്തുണ്ടെന്ന് അറിഞ്ഞു, തർക്കല്ലേ നമ്മൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു നമ്മളൊക്കെ പുള്ളിനെ കുറിച്ച് പറഞ്ഞേക്കണത് മറ്റേ വേദികളിൽ എന്താണ് അഭിനയത്തിന്റെ കൊടുമുടികൾ താണ്ടിയ നെടുമുടി വേണം എന്നൊക്കെ പറഞ്ഞുള്ള പരിചയമല്ലേ നമുക്കുള്ളൂ. ഈ ആളെ കാണുന്നതും. പക്ഷെ നമ്മളോട് ഇങ്ങോട്ട് വന്നിട്ട് പുള്ളി നമുക്ക് വിളിക്കാട്ടെ എന്നൊക്കെ പറയുമ്പോഴേ അതൊരു ആത്മവിശ്വാസമാണത്. അങ്ങനെ ആയിരുന്നു വേണുചേട്ടൻ്റെ. പിന്നെ രാജൻ പി ദേവേട്ടൻ എനിക്ക് തോന്നുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ടിനിനെ എപ്പോഴും വിളിക്കുമായിരുന്നു 5 സ്റ്റാർ തട്ട് കണ്ടിട്ട്. അപ്പൊ എപ്പോഴും എന്നെ ചോദിക്കും. അപ്പം അവൻ കൊള്ളാം, അപ്പോഴും മിമിക്രിക്കാർ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. അവൻ കൊള്ളാട്ടെ, അവൻ അടുത്ത സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഇടയ്ക്ക് ഞാനുള്ളപ്പോൾ എനിക്ക് തരും. എടാ എന്താടാ അങ്ങനെയൊക്കെ സംസാരിച്ചു, പക്ഷെ നേരിട്ട് സംസാരിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കണ്ടപ്പോഴും ഈ പുള്ളി പോത്തൻപാവലുണ്ട്, പോത്തൻപാവലുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞു എനിക്കറിയാം അപ്പൊ അങ്ങനെ ഒരാള് വലിയൊരു നടൻ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് കൂടുതൽ ചെയ്യണത്.